Hello friends, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ സെക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഏതാണെന്ന് നമുക്ക് നോക്കാം. വാട്ട് സ്റ്റോറേജ് ടൈം ഈസ് റെക്കമെൻഡഡ് ടു കീപ് ഗ്രൗണ്ട് ബീഫ് ഫ്രം സ്പോയിലേജ് ഓർ ബിക്കമിങ് ഡേഞ്ചറസ് ടു ഈറ്റ്? അതായത് നമ്മുടെ ഗ്രൗണ്ട് ബീഫൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യില്ലേ, അപ്പോൾ ആ ഒരു ടൈം പീരീഡ് എത്രയാണ് വെച്ചിരിക്കുന്നത്? അതായത് സ്പോയിലേജിന് വരാതിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് ഒരു ടൈം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 1 to 2 days, ഓപ്ഷൻ ബി 3 to 4 days, ഓപ്ഷൻ സി 5 to 6 days ആൻഡ് ഓപ്ഷൻ ഡി 7 days. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 to 2 days അല്ലെങ്കിൽ 1-2 ദിവസം വെച്ചിരുന്ന സ്റ്റോറേജ് ടൈമാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഐഡിയലി വാട്ടർ യൂസ്ഡ് ഫോർ ഹാൻഡ് വാഷിംഗ് ഷുഡ് ബി? ഓപ്ഷൻ എ 5 to 10 degrees Celsius, ഓപ്ഷൻ ബി 25 to 30 degrees Celsius, ഓപ്ഷൻ സി 45 to 50 degrees Celsius, ഓപ്ഷൻ ഡി 75 to 90 degrees Celsius. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് നമ്മുടെ വാട്ടർ ഉണ്ടല്ലോ, വാട്ടർ ഹാൻഡ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എത്രയാണ് ടെമ്പറേച്ചർ ഐഡിയലായിട്ട് വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 45 to 50 degrees Celsius ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ എത്രയാണ്? 45 to 50 degree Celsius. Next question number 3. Which of this is the best policy to follow in relation to stock control? അതായത് നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യില്ലേ, അപ്പോൾ ആ സമയത്ത് ആ ടൈമിൽ ഏറ്റവും ബെസ്റ്റ് പോളിസി ഏതെന്നാണ്, ആ ഫോളോ ചെയ്യേണ്ട ബെസ്റ്റ് പോളിസി ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഓപ്ഷൻ ബി ഓൾഡസ്റ്റ് ഇൻ ഫ്രഷസ്റ്റ് ഔട്ട്, ആൻഡ് ഓപ്ഷൻ സി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആൻഡ് ഓപ്ഷൻ ഡി ഫ്രഷ് ഇൻ ഫ്രഷ് ഔട്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ബെസ്റ്റ് പോളിസി ടു ഫോളോ ഇൻ റിലേഷൻ ടു സ്റ്റോക്ക് കൺട്രോൾ വരുന്നത്. Next, question number 4. What type of food hazard is it when you find a plaster in a food item? അതായത് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ പ്ലാസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് തരം ഹസാർഡ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ബയോളജിക്കൽ, ഓപ്ഷൻ ബി കെമിക്കൽ, ഓപ്ഷൻ സി ഫിസിക്കൽ, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഫിസിക്കലാണ്. അതായത് ഈ പ്ലാസ്റ്റർ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ടൈപ്പാണല്ലേ, അപ്പോൾ അതാണ് ഫിസിക്കൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ നമ്മൾ ഫുഡിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഫിസിക്കൽ ഹസാർഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഫിസിക്കലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഫുഡ് ഷുഡ് വൾനറബിൾ പീപ്പിൾ സച്ച് as pregnant women, the elderly and sick avoid in order to reduce the risk of food poisoning? And option A cake made with eggs, and option B licorice, all sorts and especially the blue ones, and option C food made with raw eggs such as mayonnaise etc. Option D anything begin with F flapjacks, fried eggs etc. അതായത് നമ്മൾ പ്രഗ്നൻ്റ് വുമൺ, സിക്ക് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ അസുഖങ്ങളുള്ള ആൾക്കാർ ഏത് ഫുഡ് ഐറ്റമാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു റിസ്ക് ഫാക്ടർ നമുക്കവിടെ റിഡ്യൂസ് ചെയ്യണം, എപ്പോൾ എന്ത് ചെയ്യണം, ഫുഡ് പോയ്സണിങ് ഒന്നും വരാതെ അവർ സൂക്ഷിക്കേണ്ട ആൾക്കാരാണ് അല്ലേ, ഇമ്മ്യൂണിറ്റി കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഏത് ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഏറ്റവും അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. റെഡ്യൂസ് ചെയ്യേണ്ടത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സി ഫുഡ് മെയ്ഡ് വിത്ത് റോ എഗ്സ് സച്ച് as മയോണൈസ് എക്സെട്ര. അപ്പോൾ ഇത് സാൽമോണല പോലെയുള്ള ഓർഗാനിസംസ് ഒക്കെ കൂടുതൽ വളരാൻ ചാൻസ് ഉള്ള ഫുഡ് ഐറ്റമാണ്. സോ ഇത് അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഫുഡ് മെയ്ഡ് വിത്ത് റോ എഗ്സ് സച്ച് as മയോണൈസ് എക്സെട്ര അതാണ് ഇതിന് മെയിനായിട്ട് എന്താ വരുന്നത് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നിരിക്കുന്നത്. ഓപ്ഷൻ എ പീനട്സ് are related to peas and beans. Option B peanut is tree nut. Option C peanuts can be made safe to an allergic person by through cooking. And option D peanuts do not cause allergic reactions. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്.
പീനട്സ് ആർ റിലേറ്റഡ് ടു പീസ് ആൻഡ് ബീൻസ്. ബാക്കിയൊക്കെ എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? പീനട്സ് ആർ റിലേറ്റഡ് ടു പീസ് ആൻഡ് ബീൻസ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. Number 7, when a food order is delivered, what action should you take? എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതായത് ഫുഡ് നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കിട്ടത്തില്ലേ, അപ്പോൾ എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആദ്യം ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റും റീഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കാണുന്നത് എന്ത് ചെയ്യുക, ഇത് ചെയ്യുക, കറുപ്പിക്കുക. അപ്പോൾ ഇതിന് മെയിനായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴേക്കും ഇതിലെ ഓപ്ഷൻ എ നമുക്ക് നോക്കാം. ലീവ് ഇറ്റ് സമ്മോൺ എൽസ് വിൽ പ്ലേസ് ദ ഡെലിവറി അവേ, പുട്ട് ഇറ്റ് അവേ വെൻ യു ആർ റെഡി, then check the delivery and place the food item away immediately, then ignore it. അപ്പോൾ ഇതിന് ആൻസർ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് നമുക്കൊരു ആൻസർ പറയുകയാണെങ്കിൽ ഓപ്ഷൻ സി പറയാം. ചെക്ക് ദ ഡെലിവറി ആൻഡ് പ്ലേസ് ദ ഫുഡ് ഐറ്റം എവേ ഇമ്മീഡിയറ്റ്ലി. നമുക്ക് ആദ്യം ഡെലിവറി ചെക്ക് ചെയ്യുക, നമുക്ക് ഇത് ഈ ഫുഡ് ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തത്, അത് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഫുഡ് ഐറ്റം എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി തന്നെ അവിടെ ആ പ്ലേസിൽ നിന്ന് മാറ്റുക. സോ ദ ആൻസർ വരുന്നത് ചെക്ക് ദ ഡെലിവറി ആൻഡ് പ്ലേസ് ദ ഫുഡ് ഐറ്റം എവേ ഇമ്മീഡിയറ്റ്ലി. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, typical symptoms of food poisoning are. എന്തൊക്കെ സിംറ്റംസ് ആണ് ഫുഡ് പോയ്സണിങ് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഡയറിയ, വോമിറ്റിംഗ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ, ആൻഡ് ഓപ്ഷൻ ബി റാക്ക് ഡിസ്ചാർജ് ഫ്രം ദ ഇയേഴ്സ് ആൻഡ് വോമിറ്റിംഗ് വെൻ യു സ്മെൽ ഫുഡ്, ആൻഡ് ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ സ്റ്റൊമക് ഏക്ക്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് ഏതാ പറയുക? ഇപ്പോൾ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡയറിയ, വോമിറ്റിംഗ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫുഡ് പോയ്സണിങ്ങിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഡയറിയ, വോമിറ്റിംഗ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, വിച്ച് ഓഫ് ദിസ് ഈസ് എ ഫ്യൂച്ചർ ഓഫ് ബൈമെറ്റാലിക് സ്റ്റീംഡ് തെർമോമീറ്റർ? അതായത് ബൈമെറ്റാലിക് സ്റ്റീംഡ് തെർമോമീറ്ററിൻ്റെ മെയിൻ ഫ്യൂച്ചർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാലിബ്രേഷൻ നട്ട്, ഓപ്ഷൻ ബി ഡിജിറ്റൽ റീഡ് ഔട്ട്, ഓപ്ഷൻ സി റീസെറ്റ് ബട്ടൺ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കാലിബ്രേഷൻ നട്ടാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10, എ ഫുഡ് പെസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി ലിവിംഗ് ക്രീച്ചർ capable of. ഓപ്ഷൻ എ എൻറ്ററിങ് ഫുഡ് പ്രെമിസസ്, ഓപ്ഷൻ ബി കണ്ടാമിനേറ്റിംഗ് ഫുഡ്, ഓപ്ഷൻ സി ഈറ്റിംഗ് ഫുഡ്, ആൻഡ് ഓപ്ഷൻ ഡി ഡാമേജിങ് ഫുഡ് പ്രെമിസസ്. ഇതിൽ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഇതിൻ്റെ ആൻസർ വരിക കണ്ടാമിനേറ്റിംഗ് ഫുഡ്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റ് നമ്മുടെ ഫുഡ് ഐറ്റം, നമ്മളിപ്പോൾ ഒരു സംഭവം ഫുഡ് ഐറ്റം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്കൊരു പെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കണ്ടാമിനേറ്റ് ഫുഡ് എന്നാണ് പറയുക. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, കണ്ടാമിനേറ്റിംഗ് ഫുഡാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഒന്ന് 10 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കുമായി അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനോ ആയിട്ടോ വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിന് കാണാം. സോ താങ്ക് യു. എല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ.